കണ്ണൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട 45 ഗ്രാമോളം MDMAയുമായി കക്കാട് ഷാദുലിപ്പള്ളി സ്വദേശിയെ കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടിയേരി അറസ്റ്റ് ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജിന്റെ നിർദ്ദേശപ്രകാരം നടന്ന പരിശോധനയിലാണ് വാഹനത്തിൽ കടത്തുകയായിരുന്ന മയക്കുമരുന്ന് പിടികൂടിയത്. മനോജ്, തുടരെ കണ്ണൂരിൽ മയക്കുമരുന്ന് വേട്ട സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കൂടി കുറച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും ഇത് സംഭവിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മയൂരി, ഇന്നലെ കണ്ണൂർ കക്കാട് ഭാഗത്ത് ടൗൺ പോലീസ് നടത്തിയ പരിശോധനയിലാണ് വൻ മയക്കുമരുന്ന് റാക്കറ്റിലെ പ്രധാന കണ്ണിയെ പിടികൂടിയിട്ടുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജിൻ്റെയും ACP പ്രദീപൻ കണ്ണിപ്പോലിൻ്റെയും നിർദ്ദേശപ്രകാരമാണ് ഇന്നലെ പോലീസ് വ്യാപക പരിശോധനകൾ നടത്തിയത്. ഇതിൽ നിരവധി നിയമലംഘനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്, നിരവധി മയക്കുമരുന്ന് കേസുകളും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടിയേരി, SI-മാരായ അനുരൂപ്, വിൽസൺ എന്നിവരുടെ നേതൃത്വത്തിൽ കക്കാട് ഭാഗത്തും പരിശോധന നടത്തിയിരുന്നു. കക്കാട് SBI പുഴാതി ബ്രാഞ്ചിന് സമീപം സംശയകരമായ സാഹചര്യത്തിൽ സ്കൂട്ടറിൽ കണ്ട ആളെ പരിശോധിച്ചപ്പോഴാണ് ഈ മയക്കുമരുന്ന് കണ്ടെത്തിയത്. കക്കാട് ഷാദുലിപ്പള്ളി സ്വദേശി യാസർ അറാഫത്തിന്റെ പക്കൽ നിന്നാണ് ആദ്യം 15 ഗ്രാമോളം MDMA കണ്ടെത്തിയത്. പ്രതിയുടെ വീട്ടിൽ നടന്ന പരിശോധനയിൽ പിന്നീട് 30 ഗ്രാം MDMAയും കണ്ടെത്തി. അങ്ങനെ ആകെ 45 ഗ്രാം MDMA ആണ് ഈ പ്രതിയിൽ നിന്നും, യാസർ അറാഫത്തിൽ നിന്നും പിടികൂടിയതെന്നാണ് പോലീസ് അറിയിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജും ACP പ്രദീപൻ കണ്ണിപ്പോയിലിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ ഈ ഓപ്പറേഷൻ വിജയം കണ്ടു എന്നാണ് ഇതിൽ നിന്നും നമുക്ക് അനുമാനിക്കാൻ കഴിയുക. വ്യാപകമായ പരിശോധന തുടരാനും ഇരുവരും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ യാസർ അറാഫത്ത് ബാംഗ്ലൂരിൽ നിന്ന് വൻതോതിൽ MDMA കൊണ്ടുവന്ന് 5 ഗ്രാമിൻ്റെ പാക്കറ്റുകളാക്കിയാണ് ചില്ലറ വിൽപ്പന നടത്തിയിരുന്നത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഗ്രാമിന് 3000 മുതൽ 5000 രൂപ വരെ ഇയാൾ ഈടാക്കിയിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട്. 100ഉം 200ഉം ഗ്രാം MDMA ആണ് പ്രതി ഓരോ ട്രിപ്പിനും ഈ ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരിലേക്കൊക്കെ എത്തിക്കുന്നത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ചോദ്യം ചെയ്യലിൽ പ്രതിയുടെ മൊഴിയും ആ രീതിയിൽ തന്നെയാണ്. ഇയാളുടെ മറ്റ് ശൃംഖലകളെക്കുറിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ പോലീസ് നടത്തുന്നുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയ നിർദ്ദേശവും അതുതന്നെയാണ്. ഇതിൻ്റെ ഉറവിടം കണ്ടെത്തണം, കൂടുതൽ ആളുണ്ടെങ്കിൽ എല്ലാവരെയും പിടികൂടണം എന്നൊരു നിർദ്ദേശം തന്നെയാണ് കമ്മീഷണർ നൽകിയിട്ടുള്ളത്. അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ടെന്ന് പോലീസും വ്യക്തമാക്കി. ഫോൺ കേന്ദ്രീകരിച്ചും ബാങ്ക് ഇടപാടുകൾ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. വാട്സാപ്പ് വഴി ലൊക്കേഷൻ അയച്ചു കൊടുത്തും ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റുകൾ സ്വീകരിച്ചുമൊക്കെയാണ് മറ്റുള്ള ആളുകൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയുള്ള ഒരു ഇടപാടുകൾ തന്നെയാണ് യാസർ അറാഫത്തും ചെയ്തത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. എന്തായാലും ഈ റെയ്ഡ് തുടരാൻ തന്നെയാണ് കമ്മീഷണർ നൽകിയ നിർദ്ദേശം. ഇന്ന് പുലർച്ചെ വരെ സിറ്റി പോലീസ് പരിധിയിൽ വ്യാപകമായ പരിശോധനകൾ നടന്നിരുന്നു. ഇതിൽ പല ഭാഗത്തും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. അതിൽ ഏറ്റവും വലിയ ഒരു മയക്കുമരുന്ന് വേട്ട നടന്നത് കണ്ണൂർ കക്കാടാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിപണിയുമായി ബന്ധപ്പെട്ട് ഓണം വിപണി ലക്ഷ്യമിട്ട് ലഹരി മാഫിയ സംഘങ്ങൾ വൻതോതിൽ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ശേഖരിക്കാനും വിൽപ്പന നടത്താനും ഒക്കെ ഒരു സാധ്യതയുണ്ട് എന്ന് പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകളാണ് വ്യാപകമായി ഇപ്പോൾ നടത്തുന്നത്. ഈ പരിശോധന തുടരാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനവും. പ്രത്യേക സ്ക്വാഡ് തന്നെ രൂപീകരിച്ചുകൊണ്ടുള്ളൊരു പരിശോധന ഈ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വലിയ ഒരു ലഹരി ശൃംഖലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ണിയെ തന്നെ കണ്ണൂർ നഗരത്തിൽ നിന്നും പിടിക്കാൻ കഴിഞ്ഞത് പോലീസിന് നേട്ടമായി. വലിയ ഒരു മയക്കുമരുന്ന് വേട്ടയാണ് കണ്ണൂർ നഗരത്തിൽ നടന്നത്. മയൂരി.